ഈയിടെയായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ വൈറ്റമിൻ ഡിയും മാനസികാരോഗ്യവും, അതായത് മെൻ്റൽ ഹെൽത്തും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ വളരെയധികം അലൈൻഡാണ്. വൈറ്റമിൻ ഡി കുറയുന്നവരിലാണ് ഈ ആങ്സൈറ്റി, ഡിപ്രഷൻ, ഈ സെറോട്ടോണിൻ്റെ അളവ് കുറയുക, അതേപോലെ ഭയങ്കര വിശപ്പ് തോന്നുക, ഒട്ടും വിശപ്പില്ലാണ്ടിരിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ കാണുന്നത് വൈറ്റമിൻ ഡി കുറവുള്ളവരിലാണ്. ആക്ച്വലി വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് ഒരു എനർജി തരുന്ന ഒരു ഹോർമോൺ തന്നെയാണെന്നും നമുക്ക് പറയാം. അതുപോലെ ബ്രെയിനിലുള്ള പല ഫങ്ഷൻസും നല്ല രീതിയിൽ നടക്കണമെങ്കിൽ, ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. ഈ വൈറ്റമിൻ ഡി കുറയുമ്പോഴാണ് നമുക്ക് ഡിസിഷൻ എടുക്കാനുള്ള ബുദ്ധിമുട്ട്, അതേപോലെ പല കാര്യങ്ങളിലും എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ തന്നെ ബ്രെയിൻ ഫോഗ് ഉണ്ടാവും. പിന്നെ ഫോർ എക്സാമ്പിൾ നമ്മൾ പുറത്ത് എവിടേക്കെങ്കിലും പോയി എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ എന്തിനാ വന്നതെന്നുള്ള സ്റ്റക്കായിട്ട് നിൽക്കുക. ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, സൂര്യനിൽ നിന്ന്, അതായത് സൺലൈറ്റിൽ നിന്നാണ് ഈ വൈറ്റമിൻ ഡി സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ കൊണ്ട്, അതായത് അധിക ആളുകളും എ സിയിലാണ്, പിന്നെ അടച്ചിട്ട മുറികളിലാണ് നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നത്. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആളുകളിൽ കൂടുതലായിട്ട് ഉള്ളതായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുപോലെ ഈ ഉദര സംബന്ധമായ വയറിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആളുകളിൽ ഈ വൈറ്റമിൻ ഡിൻ്റെ അബ്സോർപ്ഷൻ കുറവുള്ളതായിട്ട് നമ്മൾ കാണാറുണ്ട്. വൈറ്റമിൻ ഡി ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടാത്ത ചില കേസസും മുന്നിൽ വരാറുണ്ട്. ബൈപ്പോളാർ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി, അതുപോലെ ഡിപ്രഷന്, ഇങ്ങനെയൊക്കെയുള്ളവരിൽ വൈറ്റമിൻ ഡിയുടെ അളവ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര ലോ ആയിട്ട് കാണാറുണ്ട്. സോ ഞാൻ ഈ പറഞ്ഞ സിംറ്റംസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കാരണവുമില്ലാതെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ശരീരം അത് കാണിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എത്രയും പറ്റുന്ന ഒരു ഡോക്ടറെ കാണുക, ടെസ്റ്റ് ചെയ്യുക, അതിനുവേണ്ട സപ്ലിമെൻ്റ് എടുക്കുക തന്നെ വേണം. ഓക്കെ, സ്റ്റേ ഹെൽത്തി.